സ്തോത്രം ചെയ്യുന്നു. എല്ലാ പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എല്ലാ മാനമഹത്വം അവിടത്തേക്ക് എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Praise the Lord. Hallelujah. Hallelujah. ശബ്ദത്തിൽ ഒന്ന് ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ചിൽഡ്രൻസ് ചർച്ചിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയം വളരെ മുന്നോട്ട് പോയി, സോ ട്രാൻസ്ലേഷൻ ഇല്ലാതെ മിക്സ് ചെയ്ത് ഞാൻ പറയാം. ഗ്രീറ്റ് യു ഓൾ ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹപരമായ ദിവസങ്ങളായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ ബുധൻ തൊട്ട് ഇങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിപരമായ യാത്രകളിലായിരുന്നു. ബിഹാംപ്ടണിൽ നടന്ന മിനിസ്ട്രി വളരെ വളരെ അനുഗ്രഹമായിരുന്നു. എത്ര പേർക്ക് അത് സന്തോഷം? നിങ്ങൾ പലരും വീഡിയോയിലൂടെ കണ്ടു, അവിടെ കടന്നു വന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടതില്ല? ഇത്രയും സന്തോഷമുള്ളോ? ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ത്രിൽഡ് ആൻഡ് പംപ്ഡ് ആയി. ബിക്കോസ് ആ ഒരു മിനിസ്ട്രി, ആ ഒരു ഔട്ട്റീച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതോ ചിന്തിച്ചതുപോലെ അല്ല നടന്നത്. ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഒത്തിരി ആഗ്രഹിച്ചു ഞങ്ങൾ മൈക്ക് സിസ്റ്റം ഒക്കെ സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷേ അവിടുത്തെ റൂൾ അനുസരിച്ച് 45 ഡേയ്സ് മുന്നേ പ്രയർ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ പർട്ടിക്കുലർ സ്ഥലത്ത് പ്ലഗ് ഇൻ ചെയ്തൊക്കെ മൈക്രോഫോൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ഞാൻ കുറേ പ്രാവശ്യം അതുവഴി, ഇവരാരും അറിയാതെ പല പ്രാവശ്യം ബിഹാംപ്ടണിൽ പോയി ഞാൻ ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിക്കുകയും അതുവഴി സെർച്ച് ചെയ്യുകയും ചെയ്തൊരു സ്ഥലം. പക്ഷേ ഒരു സ്ഥലവും കിട്ടുന്നില്ല. ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കർത്താവേ, ഇത്രയും വലിയൊരു സിറ്റിയാണ്, 55,000+ പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു പർട്ടിക്കുലർ സ്പോട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് വളരെ വിഷമിച്ചു. അങ്ങനെ അന്ന് പാസ്റ്റർ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലം ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് ഞങ്ങൾ ഏർലി പോയി. ഞാനും ഡോക്ടർ ജിബിനും മറ്റ് സഹോദരങ്ങൾ ഞങ്ങൾ 2-3 പേര് അവിടെ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടു. അവിടെ ആണെങ്കിൽ ഡ്രഗ് അഡിക്ട്സും വല്ലാത്തൊരു ഏരിയയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ, വി വിൽ ഡു ദ മിനിസ്ട്രി ഹിയർ, വി വിൽ ഡു സംതിങ്, വി വിൽ ഗ്യാദർ ദെയർ ആൻഡ് വി വിൽ വർഷിപ്പ് ഗോഡ് ആൻഡ് സേ സംതിങ് ആൻഡ് വി വിൽ ഗോ. ദാറ്റ് വാസ് ദ ഇനിഷ്യൽ പ്ലാൻ. But what happened was, when we went there, we started singing and praising God, and kids started praying for different people. They were asking them to pray for them, and the situation totally changed. What we expected, what we thought wasn't happening there, something different was happening, and we were so happy in God's presence. And അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ദൈവാത്മാവ് പ്രേരണ നൽകി ആ സിറ്റിയിലൂടെ നടന്നുകൊണ്ട് പാടി ട്രാക്ട് കൊടുത്തു പോകാൻ. That's why we went across the city, like we were driving or walking through the city, singing songs and giving tracts to hundreds of people there, and it was such a joyful occasion in our life. Some of the kids could come, and some of the youths and families could come, and thank you all. അവിടെ ഹോസ്റ്റ് ചെയ്ത പ്രിയ ഡോക്ടർ ജിബിന്, അങ്കിളിന്, മറ്റെല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാനഡയിൽ ഷാരോൺ ചർച്ചിൻ്റെ കൺവെൻഷന് വേണ്ടി ഞാനും ജെറമിയും കൂടെ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അവിടുത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാൻ, അവിടുത്തെ ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അവിടെയുള്ള ദൈവമക്കൾ ഇവിടുത്തെ സഭയോട് ഗ്രീറ്റിംഗ്സ് പറഞ്ഞ് അത് ഞാൻ ഇവിടെ കൈമാറുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അവിടുത്തെ ലാസ്റ്റ് ഡേ, ലൈക്ക് കൺവെൻഷൻ്റെ ഫൈനൽ ഡേ ഇന്ന് അവിടെ നടക്കുകയാണ്. ഇന്ന് പകലും വൈകിട്ടും നടക്കുന്നു. അവിടെ അനേകർ കർത്താവിനെ അറിയുവാൻ വേണ്ടി അവർ പ്രാർത്ഥനയോടായിരിക്കുന്നു. Keep them in your prayers also. Hallelujah. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ഡാളസിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് തന്നെ ദാസനെ ഉപയോഗിച്ചു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും അവിടെ ആയിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ തിരിച്ച് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തന്നെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകലിൽ ദേവദാസൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ കേട്ടത് കുഞ്ഞുങ്ങളോട് അനുബന്ധിച്ചു അല്ലെങ്കിൽ മാതാപിതാക്കളോട് അനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പറ്റുമെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ത്രൂ അവർ യൂട്യൂബ്. ലൈക്ക് the video is there, so you can watch and understand what he was preaching. Dean Pastor ശക്തമായിട്ട് ദൈവമക്കളോട് ആഹ്വാനം ചെയ്യണം. നമ്മളൊരു എക്സാമ്പിൾ ആകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാകുവാൻ, ഒരു നെക്സ്റ്റ് ജനറേഷനെ നഷ്ടപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കരുത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ തലമുറകളെ ക്രിസ്തുവിന് വേണ്ടി അവരെ വിശ്വസ്തരായി ഫെയ്ത്ത്ഫുള്ളായിട്ട് നിർത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം
അനുഗ്രഹീതമായ സന്ദേശം ഡോക്ടർ റോണിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവം തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തായിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ദേവദാസൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇവിടുത്തെ സഭയല്ല എങ്കിലും ഈ ജനറേഷൻ ആണെങ്കിലും നമ്മുടെ സഭകൾക്കും ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ if we are falling short, let us repent and confess and come back to the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ചുരുക്കം ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പാസേജാണ്. റോമൻസ് ചാപ്റ്റർ 8 നിന്നുള്ള ചില ചിന്തകൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 35 ഓൺവേർഡ്സ് ആണ്. വി വിൽ റീഡ് ഇറ്റ് ലേറ്റർ. ബട്ട് ഐ വാണ്ട് ടു സേ, ഹൂ ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മളോട് കൂടെ ലൈഫ് ലോങ്, അല്ലെങ്കിൽ പലപ്പോഴും നാട്ടിലെ സ്ലാങ്ങിൽ പറയാറുണ്ട്, ഒരു കുഴിയിൽ ചാവാനിരിക്കുന്ന പലരും നിമിഷ നേരം കൊണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അകന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹാവ് യു ഫേസ് ദാറ്റ് ഇൻ യുവർ ലൈഫ്? ഉണ്ടോ? അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? നോ, it happened in each individuals in a different way probably, right? So എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി കരുതുന്നവർ നമ്മളെ വിട്ട് അകന്നു പോകും. പക്ഷേ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം. അത് നമ്മെ ഒന്നിൽ നിന്നും വേർപിരിക്കത്തില്ല. റൈറ്റ്? ഹു ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ഒരു ടോപ്പിക്കിൽ അൺബ്രേക്കബിൾ ലവ് അല്ലെങ്കിൽ നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us എന്ന ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അൺബ്രേക്കബിൾ ലവ്. ഈ ലോകത്തിലെ സ്നേഹങ്ങൾ നശ്വരമാണ്. റൈറ്റ്? ഇന്ന് കാണുന്ന ഒരു വ്യക്തി നാളെ നമ്മെ സ്നേഹിച്ചെന്ന് വരത്തില്ല. ദാറ്റ് പേഴ്സൺ മേ നെവർ സീ ഓർ സേ ഹായ് ടു us or may all the time ignore us, but the Lord, he will never ignore us. He is waiting for our call. ലൈക്ക് എൻ്റെ കുഞ്ഞ് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കടമ എന്നുള്ളത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുക, കർത്താവിനെ അധികമായി സ്നേഹിക്കുക. ജീവിതത്തിൽ എന്ത് സാഹചര്യങ്ങൾ വന്നോട്ടെ, ബട്ട് അവർ പ്രൈമറി ഫോക്കസ് ഈസ് ടു ലവ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും വേദനകൾ, നിരാശകൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. റൈറ്റ്? ഡസ് എനിവൺ കെയർ അബൌട്ട് മീ? ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടന്നുപോയ കൺവെൻഷനിൽ പ്രസംഗിച്ച മെസ്സേജ്, ഞാൻ KJ തോമസ് പാസ്റ്റർ പ്രസംഗിച്ച മെസ്സേജ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മെസ്സേജിലേക്ക് കടന്നു വരാം. അദ്ദേഹം പറഞ്ഞത് ദൈവീക സമാധാനത്തെ പറ്റിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27 ബേസ് ചെയ്തുകൊണ്ടാണ് താൻ ദൈവവചനത്തിൽ സംസാരിച്ചത്. അദ്ദേഹം 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത് നിത്യതയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ദൈവം നൽകുന്ന ഏറ്റവും ബെസ്റ്റ് സമ്മാനമാണ് സമാധാനം. ഇറ്റ്സ് എ ബെസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ക്യാൻ ഗിവൺ ടു us or giving us is peace. ദൈവിക സമാധാനത്തിൽ നമ്മുടെ ഏത് സിറ്റുവേഷനിലും ദൈവത്തിൻ്റെ സമാധാനത്തിൽ സമാധാനപരമായ, ഇതൊരു പ്രാക്ടിക്കൽ മെസ്സേജാണ്, ലിസൺ വെരി കെയർഫുള്ളി. സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് വി ഹാവ് റിസീവ്ഡ്, ദാറ്റ് ഈസ് ദ പീസ്. ആമേൻ. നിങ്ങൾക്ക് ജോലിയില്ലാത്ത സാഹചര്യമായിരിക്കും. ഇന്ന് പകൽ ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. പല സഹോദരങ്ങൾ ഓടി വന്ന് പറഞ്ഞു, they got a job, they got a new job from Telugu service. Couple of people, they came and said that one person he got confirmed with a job, one person almost there. So thank God and praise God for that. So ജോലിയില്ലാതെ മറ്റ് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൽ മറ്റിതര കാര്യങ്ങൾ നാം ആയിരിക്കുമ്പോൾ സമാധാനം വേണമെന്ന് പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് നിങ്ങൾ പറയും. റൈറ്റ്? പക്ഷേ പാസ്റ്റേഴ്സ് ഓൾസോ, as Dr. Ronnie said, like pastors also go through various things in their life. They may think like, why should I preach these things? ഞാൻ പറയാനിരുന്ന കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ റോണി പറഞ്ഞു. ഞാൻ പറയാനിരുന്ന ഒരു കാര്യം ഇതായിരുന്നു, ലൈക്ക് പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. ഈ പുള്ളി എങ്ങനത്തെ ആളാണെന്ന് ഞങ്ങൾക്കറിയാം, ഇത് ഇത്രയൊക്കെ വരത്തുള്ളൂ, ഇത്രയൊക്കെ പ്രസംഗിക്കത്തുള്ളൂ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ഇൻ ഹിസ് പ്രസൻസ്, ആസ് വി ആർ ലിസണിങ് ടു ഗോഡ്സ് വേർഡ്, കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ദൈവിക സമാധാനം തരുന്ന വാക്കുകൾ, വചനങ്ങൾ കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കും.
സഹായിക്കട്ടെ. അപ്പോൾ ആ ദൈവിക സമാധാനത്തിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഞാൻ ഈ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്ത കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം എന്ന് പറയുന്നത് പൗലോസിനാൽ രചിക്കപ്പെട്ട ഒരു മാസ്റ്റർ പീസ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇറ്റ്സ് എ മാസ്റ്റർ പീസ് റിട്ടൺ ബൈ അപ്പോസ്റ്റൽ പോൾ. എനിക്ക് അപ്പോസ്റ്റലനായ പൗലോസിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് ലേഖനങ്ങൾ വായിക്കുന്നവർ പലതും കാണും. സോ യു മസ്റ്റ് ബി റീഡിങ് ദ എപ്പിസ്റ്റൽസ് ഇൻ യുവർ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ടൈം. സോ വെൻ ഐ റീഡ് ദ പാസേജസ് ഇറ്റ് ഓൾവേസ് ഗിവ് മീ പീസ് ആൻഡ് കംഫർട്ട് ഇൻ മൈ പേഴ്സണൽ ലൈഫ് വിത്ത് ഗാഡ്. ദൈവിക സമാധാനം എൻ്റെ ജീവിതത്തിൽ പല വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിൽ ഏറ്റവും അധികം എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 8. ഈ ചാപ്റ്റർ റോമൻസ് ചാപ്റ്റർ 8 ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ചാപ്റ്റേഴ്സ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റോമാലേഖനം 8-ാം അധ്യായം. അതിൽ പൗലോസ് പറയുന്ന ഒരു തിയോളജി അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഏറ്റവും ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഈ ലാസ്റ്റ് വാക്യത്തിൽ എത്തുന്നത്. അതിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുവാൻ കഴിയുമോ? ചാപ്റ്റർ 8 verse 1, it says like this: therefore there is now no condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് തുടങ്ങുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നോ കണ്ടംനേഷൻ, ശിക്ഷാവധിയില്ല. എന്നാൽ 39-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. അവിടെ നാം കാണുന്ന അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: എൻഡ് വിത്ത് നോ സെപ്പറേഷൻ, വേർപിരിപ്പാൻ കഴിയുകയില്ല. ശിക്ഷാവധിയില്ലാത്തൊരു വ്യക്തിയെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയില്ല. എന്തുമാത്രം ആ ഒരു ബന്ധം, ആ ഒരു വാക്യങ്ങൾ തമ്മിൽ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇരുത്തി വായിക്കുമ്പോൾ നമ്മൾക്ക് വളരെ പീസ് അല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്ന വാക്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നാം കാണുന്നത്. ജീവിതം, നമ്മുടെ ഈ ഒരു ജീവിതം, ദ ലൈഫ് വിച്ച് ഗാഡ് ഹാസ് ഗിവൺ അസ്, ഇറ്റ്സ് വെരി ഷോർട്ട് ആൻഡ് വെരി സിമ്പിൾ ആൻഡ് വെരി സ്മോൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്നെക്കൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. പക്ഷേ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ക്ഷണികമാണ്. അത് കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതാകണം. അത് പറയുമ്പോൾ തന്നെ പൗലോസ് ഈ ഒരു വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പോൾ പറയുന്നൊരു കാര്യം നമ്മളോട് ചോദ്യം ചെയ്യുകയോ നിരാശയോട് പറയുകയല്ല, തൻ്റെ അഷ്വറൻസ് ആണ് താൻ ഇവിടെ പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 8 verse 35 onwards, when we read, you can see this: who will separate us from the love of Christ? Who shall separate us from the love of Christ? അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് സഹോദരങ്ങൾ, അത് അവിടെ കാണിച്ച ഫസ്റ്റ് പോയിന്റ്, Christ's love is stronger than any suffering. ക്രിസ്തുവിൻ്റെ സ്നേഹം ഏതൊരു കഷ്ടതയിലും ശക്തമാണ്. ഓക്കെ, കർത്താവിൻ്റെ സ്നേഹത്തെ അതിൽ നിന്ന് അകറ്റുവാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ലോകത്തിൽ പല കാര്യങ്ങൾ വരാം, ലോകപരമായ പല കാര്യങ്ങൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ പൗലോസ് രചിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർപിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിവിധമായ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പൗലോസ് ഇപ്രകാരം പറയുമ്പോൾ ട്രബിൾ ഉണ്ട്, ഹാർഡ്ഷിപ്സ് ഉണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്, അതെല്ലാം റിയൽ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പാസേജ് ഞാൻ എടുക്കാൻ മെയിൻ ഒരു റീസൺ, എൻ്റെ മനസ്സ് വളരെ വേദനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ. ദ തിങ്സ് വിച്ച് വി ഹേർഡ്, like we are hearing day by day what is happening in back home, right? ഞാൻ ആ വീഡിയോ നമ്മുടെ ബിങ്ഹാംപ്ടണിലെ ആ മിനിസ്ട്രിയുടെ ആ വീഡിയോ എൻ്റെ സ്നേഹിതരായ ദേവദാസന്മാർക്കൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞ വോയിസ് നോട്ടുകൾ പലതുണ്ട്. കാര്യം അദ്ദേഹം ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ഇങ്ങനെ വെളിയിൽ പോയി പാടാനും കർത്താവിൻ്റെ വചനം പറയാനും കഴിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ കൊതിക്കുകയാണ്. വി വാണ്ടഡ് ടു ഡു സിമിലർ ടു ദാറ്റ് ഇൻ അവർ പ്ലേസ്. ദേ ആർ ട്രൈങ് ദെയർ ബെസ്റ്റ് ബട്ട് ദേ ആർ അൺഎബിൾ ടു ഡു. വി ഗോട്ട് ദ ഫ്രീഡം. നമുക്കിവിടെ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ തെറ്റായ കാര്യം ചെയ്യുവാൻ വേണ്ടിയല്ല. എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പങ്കിടുവാൻ വേണ്ടിയാണ്.
ക്രൈസ്റ്റ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി സഫറിങ്. ഈ ലോകത്തിലെ ഏത് സഫറിങ് എടുത്തു വെച്ചോ, നമ്മൾ മാനുഷികമായി എഴുതി വെക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, നോ ആൻസർ ഫോർ മൈ സച്ച് ആൻഡ് സച്ച് പ്രെയർ റിക്വസ്റ്റ്, വൈ ഷുഡ് ഐ ലവ് മോർ ദാൻ എനി അതർ തിങ്സ് ഇൻ മൈ ഫാമിലി, ഇൻ മൈ ലൈഫ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൽ അടുത്തു വരുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് നാം ചിന്തിച്ചേക്കാം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉറപ്പിച്ച് പറയുവാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർതിരിപ്പാൻ കഴിയുകയില്ല. ക്രൈസ്റ്റ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി സഫറിങ്. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33 it says like this, in this world you will have trouble but take heart, I have overcome the world. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എന്നാലും യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതോ നമ്മൾ ധൈര്യപ്പെടാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഈ രാജ്യത്തിൻ്റെ സന്തോഷത്തിൽ സുഖ സൗകര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ പെർസിക്യൂഷനെ കുറിച്ച് കേൾക്കുകയും കാണുകയും വീഡിയോയിലൂടെ ഒക്കെ മാത്രം ചെയ്യുമ്പോൾ നമുക്കതിന് അധികം ഭാരപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, ഇന്ന് ദേവദാസൻ ഡീൻ പാസ്റ്റർ ആദ്യം പറഞ്ഞു, നമ്മുടെ ഓൺ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വി ആർ ലാക്കിങ് എ മേജർ തിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ ഈ രാജ്യത്തുള്ള അയൽവാസികളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ we are responsible for each one of them. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. So let us love Christ in our life even in the midst of our sufferings. നമ്മുടെ വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അത് ശക്തമാണെന്നുള്ള ഉറപ്പോടെ ആയിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനൊരു സഹോദരിയുടെ ഒരു സാക്ഷ്യം ഇപ്രകാരം കേട്ടു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെയും ലൈഫിലൊക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ടായിരിക്കാം ഒരു കാര്യമാണ് നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നു. പക്ഷേ അതിനുശേഷം തൻ്റെ ലൈഫിൽ ഒരു നോട്ടീസ് കിട്ടി, എവിക്ഷൻ നോട്ടീസ് കിട്ടി, താൻ ആയിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താൻ ഇറങ്ങിപ്പോകണമെന്ന്. ആ സാഹചര്യത്തിൽ താൻ വളരെയധികം നിരാശയോടെ വേദനയോടെ താനായിരുന്നു. താൻ എന്ത് ചെയ്യുമെന്നറിയാത്ത സാഹചര്യത്തിൽ താൻ ഈ പാസേജ് എടുത്തു വെച്ച് വായിച്ചിട്ട് താൻ കർത്താവിൽ ഉറച്ചു പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് എൻ്റെ കൂടെ നിൽക്കും, കർത്താവ് എന്നെ വഴി നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. That lady was praying, keep on praying this passage, reading and again and again, and what happened was God did a miracle in her life and she could get back to normal in not more than 1 month time. Like ഒരു മാസത്തിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ എന്തിനാണ് അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന നമ്മൾ ചിലപ്പോൾ ലൈഫിലോ ഒത്തിരി നാൾ നമ്മൾ ചിന്തിക്കുന്നതിലധികം, ഇവിടെ ഇരിക്കുന്ന പലരും എനിക്കറിയാം, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരിൽ തന്നെ നിങ്ങൾ മേ ബി ഫോർ ഫ്യൂ ഇയേഴ്സ്, ഫ്യൂ മന്ത്സ് യു ആർ ട്രൈങ് ടു get into track for something, some medical situation, some financial situation, some family situation, some job related situation. You must be thinking that, Lord, how can I come through, അല്ലെങ്കിൽ അതിന് കടന്ന് ഓവർകം ചെയ്യുവാൻ എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കാം. ഈ ലോകത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട്, ക്രൈസ്റ്റ് ലവ് ഈസ് നോട്ട് ക്യാൻസൽഡ് ബൈ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവുമായിട്ടുള്ള ആ സ്നേഹത്തിൽ, ആ കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മയുടെ അകൽച്ച ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരരുത്. സാഹചര്യങ്ങൾ മാറി മറിയാം. നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നമ്മുടെ നാളത്തെ സിറ്റുവേഷൻ. അതെന്താണെങ്കിലും കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അതൊന്നും അകറ്റരുത്. ഞാൻ ഇന്നിത് ഇവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ നെക്സ്റ്റ് ഡേ എന്തായിരിക്കുമെന്ന്, എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന്. പക്ഷേ I know one thing, that who holds my future, right? നമുക്ക് ഓരോരുത്തർക്കും ആകെയുള്ള അഷ്വറൻസ് എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ ഭാവിയെ കരുതുന്നൊരു ദൈവമാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ഏത് വേദനയിലൂടെ കടന്നു പോയാലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാണ്, റൈറ്റ്? ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മൾക്ക് അധികം ഭാരമുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുവാനാണ് കർത്താവ് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നു, കഷ്ടതയോ പട്ടിണിയോ ഒക്കെ വന്നോട്ടെ. നമ്മുടെ ജീവിതത്തിൽ പട്ടിണി അനുഭവിച്ച് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഡയറ്റിങ്ങും അതും ഇതുമൊക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മൾ ഒത്തിരി ഉത്സാഹിപ്പിക്കും. പക്ഷേ ലിറ്ററലി ഒന്ന് ഭക്ഷണം കഴിക്കുവാനില്ലാതെ ഉള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള എത്ര പേരുണ്ട്? ചുരുക്കം ചിലർ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ നമ്മളെ നടത്തുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായതെല്ലാം നൽകി നമ്മളെ വഴി നടത്തിയ ആ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ക്യാൻ വി ലവ് ദാറ്റ് ഗോഡ് മോർ ദാൻ യെസ്റ്റർഡേ? കർത്താവിനെ അധികമായിട്ട് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുവാൻ കഴിയുമോ, കർത്താവേ, am I loving you more in my day to day life?
ഈ ഒരു ചോദ്യം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, എൻ്റെ സർക്കംസ്റ്റാൻസസ് മാറുമ്പോൾ, കർത്താവെ, അങ്ങയോട് അധികമായി സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇഫ് ഐ ആം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്, ദർ ഇസ് സംതിങ് ലാക്കിംഗ് ഇൻ മൈ ലൈഫ്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, കർത്താവെ, ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അധികമായിട്ട് സ്നേഹിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു ഗോളില്ല, അനേകരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു സെൻറ്റൻസ് ഞാൻ അഗെയിൻ പറയും, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനെ പുൾപിറ്റിൻ്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു കാര്യം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്നൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കോളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കർത്താവെ, യൂസ് മീ ലോർഡ് ഫോർ യുവർ കിങ്ഡം പർപ്പസ്. കർത്താവെ, എൻ്റെ സർക്കംസ്റ്റാൻസസ് മാറിക്കോട്ടെ, എൻ്റെ സാഹചര്യങ്ങൾ മാറിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ എന്തോ വന്നാലും കർത്താവെ, ഞാൻ സന്തോഷമായിട്ട് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. നമുക്ക് പാടാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഹൗ മച്ച് പ്രാക്ടിക്കൽ ദാറ്റ് ഇൻ അവർ ലൈഫ്? നമ്മളെ കൊണ്ട് എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ? ഞാനൊരു മിഷണറിയെ പറ്റി ഒരു സംഭവ കഥ കേട്ടത് ഇപ്രകാരമാണ്. ഒരു രാജ്യത്ത്, ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ലൈവ് ഉള്ളതുകൊണ്ട്, ആ രാജ്യത്ത് താൻ വാറിൻ്റെ ഇടയിൽ താൻ വളരെ വേദനയോടെ കടന്നുപോയൊരു സാഹചര്യമുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാര്യങ്ങൾ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം കവർച്ചക്കാരെടുത്തോണ്ട് പോയി. അവിടെ വല്ലാത്ത അനീതിയും അക്രമങ്ങളും നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്താണ് താൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു. താൻ ഓർത്ത് ഇനി എന്ത് ചെയ്യും എന്ന് താൻ ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ടപ്പോൾ താൻ ഈ ഒരു പാസേജ്, അതും പലയിടത്തും ഞാനിത് വായിച്ചപ്പോൾ, ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഒരു പാസേജ് തന്നെ ബലപ്പെടുത്തി. നമുക്കറിയത്തില്ല എത്രയോ പേരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, പക്ഷെ നമ്മളെയും ഈ ദിവസങ്ങളിൽ ഈ ഓരോ വാക്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തി അനുദിനമായിട്ടുള്ള നമ്മുടെ ജീവിത ശൈലിയിൽ ഈച്ച് ഡേ ലെറ്റ് us grow closer or grow more closer to our God. ഇല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ വരുന്നത് കൊണ്ടോ, പാട്ട് പാടുന്നത് കൊണ്ടോ, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തുകൊണ്ടോ, പ്രസംഗിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതെല്ലാം വ്യർത്ഥമാണ്. നമ്മുടെ പേഴ്സണൽ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും? അതോ നമ്മൾ അകന്നുകൊണ്ടാണോ ഇരിക്കുന്നത്? ആർ വി ഗോയിങ് ഫാർ ഫ്രം ഗോഡ്സ് പ്രസൻസ് വെൻ വി ഗോ ത്രൂ സഫറിങ്സ് ആൻഡ് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്? ഞാൻ ഒത്തിരി, നമുക്കറിയാം നമ്മുടെ ജോസ്റ്റാൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നേരിട്ട് ആ വേദനയുടെ ആ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ഞാനും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു? നമുക്കറിയത്തില്ല, ബട്ട് ലെറ്റ് ഹിം കം ഔട്ട് ഫ്രം ദാറ്റ് വെരി സൂൺ. അദ്ദേഹം വേഗം സൗഖ്യമായിട്ട് വരട്ടെ എന്ന് നമ്മൾ എവരിഡേ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം വേദനയുടെ നടുവിലും കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ ആ ഒരു കരുതലിനെ തിരിച്ചറിയുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സർക്കംസ്റ്റാൻസസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. Maybe some of you may be going through sufferings like how I will be studying, how I will complete my studies, what will be my future, and lot of questions are there in your personal life. നിങ്ങളുടെ ഫാമിലിയെ പറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ആയിരിക്കാം, നിങ്ങളുടെ ജോബിനെ പറ്റി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ബട്ട് ദോസ് സർക്കംസ്റ്റാൻസസ് ഷുഡ് നോട്ട് ചേഞ്ച് യുവർ കമ്മിറ്റ്മെൻറ്റ് ഓർ യുവർ ലവ് ടുവേർഡ്സ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ. സോ ദ സെക്കൻഡ് തിങ്, എനിക്ക് ഒരു കാര്യം കൂടെ അവിടെ പറയുവാനുള്ളത്, നിങ്ങളുടെ സറൗണ്ടിങ്സ് മേ ഷേക്ക് ബട്ട് ഹിസ് ലവ് സ്റ്റാൻഡ്സ് അൺഷേക്കൺ. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറിയാലും ദൈവമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹവും ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും ഒരു നാളും മാറിപ്പോകരുത്. ഹല്ലേലൂയ. മൂന്നാമതായി, ക്രൈസ്റ്റ് ലവ് ട്രയംഫ്സ് ഓവർ അക്യൂസേഷൻ ആൻഡ് കണ്ടംനേഷൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്ന് മറികടക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ സ്നേഹം എന്നുള്ളത്. മെനി ക്രിസ്ത്യൻസ് ബാറ്റിൽസ് ഇന്നർ ഡീപ്പ് ഇൻസൈഡ്. ക്രിസ്ത്യാനികൾ എന്ന പേര് അഭിമാനത്തോടെ നിൽക്കുന്ന അനേകർ പുറമേ എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നെങ്കിൽ അവർ ഉള്ളിൽ വളരെയധികം ബാറ്റിൽസ് ഗോ ത്രൂ ചെയ്യുന്നവരാണ്. റൈറ്റ്? മേ ബി സം ഓഫ് ദം ഗിൽറ്റ് വിത്ത് സംതിങ് ഓർ സം സ്പിരിച്വൽ അറ്റാക്ക്, വേരിയസ് തിങ്സ് ഇൻ ദെയർ ലൈഫ് ദാറ്റ്
battles in their personal situation. But Romans chapter 8 verse 33 to 34, it says like this: ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ചു. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ക്രിസ്തുയേശുവിലാണോ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, അതോ ക്രിസ്തുയേശുവിലല്ലയോ? അത് നമ്മളോട് തന്നെ നാം ചോദിക്കണം. നമ്മുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ എത്രമാത്രം ക്രിസ്തുവിനോട് ചേർന്നതാണ്? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ഇൻറ്റൻഷൻസ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടതാണോ? ആർ വി ഡൂയിങ് ദ തിങ്സ് വിച്ച് ഈസ് അലൈൻ ടു ഗോഡ്സ് പ്ലാൻ ആൻഡ് പർപ്പസ് ഇൻ അവർ ലൈഫ്, ഓർ വി ആർ ജസ്റ്റ് ഷോയിങ് ഇറ്റ് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്? നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ പലതും ചെയ്യാം, ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ് ഹീ നോസ് എവറിത്തിങ്, റൈറ്റ്? ഹീ നോസ് ഓൾ ദ തിങ്സ്, ഓൾ അവർ തോട്ട് പ്രോസസ്. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, നമ്മൾ എന്താകണമെന്നോ നമ്മൾ ആരാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്ന ചിന്തകൾ ഒക്കെ നല്ലതുപോലെ അറിയാവുന്ന ഒരു ദൈവമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ മനസ്സിലൂടെ ഒക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അല്ലെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ മറ്റാളുകൾക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഷെയിമിലായി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ, റൈറ്റ്? സോ ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുക. കർത്താവിൻ്റെ സ്നേഹത്തിൽ മറ്റാരും നമ്മളെ വിധിക്കുവാനോ പഴിക്കുവാനോ നിന്ദിക്കുവാനോ ഇടയാകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കട്ടെ. ക്രൈസ്റ്റ് ലവ് ട്രയംസ് ഓവർ അക്യൂസേഷൻസ് ആൻഡ് കണ്ടംനേഷൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒന്നിനും വേർപിരിപ്പാൻ കഴിയുകയില്ല. സോ ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി താൻ അഡിക്ഷനിലൂടെ ആയിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ താൻ അഡിക്ഷൻ്റെ സാഹചര്യത്തിൽ കടന്നു പോയപ്പോൾ താൻ വളരെയധികം ഭാരപ്പെട്ടു. താൻ എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യും എന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ ഒരു തീരുമാനമെടുത്തു. ഞാനിത് മെഡിക്കേഷനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യുമെന്ന് താൻ തീരുമാനമെടുത്തു. തൻ്റെ ലൈഫിനെ അതിൻ്റെ ഒരു പ്രാക്ടിക്കലി താൻ അത് ചെയ്യുവാൻ തുടങ്ങി. That what happened was, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഡിക്ഷനിൽ നിന്ന് കർത്താവിൽ ആശ്രയിച്ച് മറ്റൊരു ട്രീറ്റ്മെൻറ്റോ മറ്റൊരു മെഡിക്കേഷനോ കൂടാതെ താൻ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനത് പറഞ്ഞതിൻ്റെ സാരം ഇത് മാത്രമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശീലങ്ങൾ, ഏതെങ്കിലും പ്രവർത്തികൾ which is hindering us from loving God, നമുക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും, നമുക്കതിലൊരു ജയം എടുക്കാൻ പറ്റും. ചിലർ പറയും, എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികന്മാരുടെ അതിൻ്റെ ഫോളോ ചെയ്തു വരുന്നതുകൊണ്ട് അതൊരു ആൻസസ്ട്രൽ കേഴ്സ് എനിക്കുണ്ട്, എനിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഒഴിവൊഴിവുകൾ പറയും. പക്ഷേ നമ്മുടെ പേരൻസിനുള്ള സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനുണ്ടായിരുന്ന സ്വഭാവങ്ങൾ പലതും നമ്മളിലേക്ക് വരാം. ബട്ട് നമ്മൾ ദൈവീക കാര്യത്തിൽ, അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തിൽ, ഇഫ് ദാറ്റ് ഈസ് സംതിങ് റോങ്, നമ്മൾ അതിനെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ അതും നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ പാസ് ഓൺ ചെയ്യുകയാണ്. ആസ് ദിസ് മോർണിംഗ് വി ഹേർഡ് ദാറ്റ് വാട്ട് എവർ വി ഡു, വാട്ട് എവർ വി സ്പീക്ക്, അവർ ചിൽഡ്രൻ ആർ വാച്ചിങ് us, and if we are not right, we cannot advise them. If we are not right, we cannot say them to do this, do that, right? So let us be an example in God's presence. നാലാമതായിട്ട്, Christ's love is victorious over death and forces of hell. ക്രിസ്തുവിൻ്റെ സ്നേഹം മരണത്തിലും നരകത്തിൻ്റെ ശക്തികളിൽ നിന്ന് നമ്മെ വിജയിപ്പിക്കുന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു. 35 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച്, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ഈ വാക്യങ്ങൾ നമ്മൾക്ക് മനഃപ്പാഠമായിട്ടും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുകയും ചെയ്തൊരു വാക്യമാണെങ്കിലും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരു സാഹചര്യങ്ങളും വേർപിരിക്കാതിരിക്കട്ടെ. For I am convinced that neither death nor life will be able to separate us from the love of Christ.
നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾക്ക് അതിൽ കൺട്രോൾ, നമ്മൾ എന്താണ് നമുക്ക് പേഴ്സണലി ചെയ്യാൻ അതിനുശേഷമുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന കർത്താവാണ്, റൈറ്റ്? സോ നമ്മൾക്ക് ആ ഒരു അവസാന ശ്വാസം വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആ സമയങ്ങളിൽ ആർ വി ഏബിൾ ടു ലവ് ഹിം മോർ? ആർ വി ഏബിൾ ടു കമ്മിറ്റ് അവർ ലൈഫ് ടു ജീസസ്? നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത്രയും ബുദ്ധിമാനാണ്, എനിക്കെല്ലാം അറിയാം, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഒത്തിരി പ്രൈഡോടുകൂടി നമ്മൾ ഒത്തിരി നിഗളിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് താഴ്മയോടെ ദൈവത്തിലേക്ക്, ലെറ്റ് us be humble in God's presence, saying to God, the Lord, I just want to love you more than anything in this world. Whatever circumstances, whatever situations come in my life, I want to love you more. And I want to say one thing and conclude here. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, അതൊരു പുതു ജീവൻ്റെ തുടക്കമാണ്. നമ്മൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന 70 80 മേ ബി 100 വയസ്സ് വരെ ആരെങ്കിലും ജീവിക്കുവാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അവർക്ക് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ കഴിയട്ടെ. ആ എത്ര ആയുസ് വരെ ദൈവം തരുന്നോ അത്രയും ആയുസ്സും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, കർത്താവിനെ അധികമായിട്ട് സ്നേഹിക്കുവാൻ, കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുവാൻ കഴിയുമോ? ഇഫ് ഗോഡ് ഈസ് ഫോർ യു, ഹു ക്യാൻ ബി എഗൻസ്റ്റ് യു? ഇഫ് ക്രൈസ്റ്റ് died for you, who can condemn you? If his love is eternal, what could ever cut you off from it? ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിയുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹം അൺബ്രേക്കബിൾ ആണ്. ക്രൈസ്റ്റ് ലവ് ഈസ് അൺബ്രേക്കബിൾ. നോ മാറ്റർ വാട്ട് വി ഫേസ്, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഞാൻ ദൈവസന്നിധിയിൽ ആഹ്വാനം ചെയ്യുന്നു. കർത്താവുമായിട്ടൊന്ന് സംസാരിക്കുവാൻ കഴിയുമോ? പേഴ്സണൽ ടോക്ക്. ലെറ്റ്സ് ടോക്ക് ടുഗദർ ഇൻ ഗോഡ്സ് പ്രസൻസ്. നമ്മൾ പറയുന്നത് മറ്റാരും കേൾക്കണമെന്നില്ല. നമ്മളെ അറിയുന്ന ആ ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ അകന്നു പോയിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിന് എന്നോട് ഇഷ്ടമുണ്ടോ, കർത്താവിന് എന്നെ സ്നേഹമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ടപ്പാ. പക്ഷെ കർത്താവേ, അവിടുത്തെ സ്നേഹം അൺബ്രേക്കബിളാണ്. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിലെ ഒന്നും ഞങ്ങളെ വേർപിരിക്കരുത്. ഏതെല്ലാം സഫറിങ് വന്നോട്ടെ, ഏതെല്ലാം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോയാലും, ലെറ്റ് നത്തിങ് സെപ്പറേറ്റ് us ഫ്രം ലവ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സ്നേഹം, ആ സത്യം നമ്മളെ മനസ്സിലാക്കട്ടെ. ക്രിസ്തുവിൽ നമ്മൾ സ്ട്രോങ് ആണ്. സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? When we are weak, let us remind ourselves that nothing can tear us from the love of Christ. Let us resubmit ourselves in God's mighty hand, saying to God, the Lord, കർത്താവെ, ഞങ്ങൾ ഈ ഒരു ഷോർട്ട്സ് മെസ്സേജിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രമാത്രം കണക്ട് ചെയ്യുവാൻ കഴിയുന്നു പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക നഷ്ടങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള വിചാരങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ ജോലിപരമായ പണപരമായ മറ്റിതര കാര്യങ്ങളിലുള്ള ചിന്താകുലങ്ങൾ വരുമ്പോൾ, കർത്താവെ, ഞങ്ങൾ എപ്രകാരമാണ് അതിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, എപ്രകാരമാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്? Let us talk to God. ഒരു നിമിഷം ശാന്തമായിട്ടൊന്ന് ദൈവത്തോടൊന്ന് സംസാരിക്കുവാൻ കഴിയുമോ? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നും വേർപിരിക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഡിസപ്പോയിൻമെൻറ്റ്സ് വരുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുവാൻ, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം നമുക്കത് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. രാവിലെ മുതൽ കർത്താവെ, ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ സ്പർശിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളൊരു റെസ്പോൺസിബിളായിട്ടുള്ള, കർത്താവെ, റോൾ മോഡൽസായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായി നിൽക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു ഇൻഡിവിജ്വൽസായിട്ട് നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നും വേർപിരിപ്പാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ മാനവ മഹത്വത്തേക്ക് യേശു